എവ്രി വൺ. ഫോർത്ത് സെമസ്റ്ററിലെ കോമൺ കോഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ, അതായത് കലേഡോസ്കോപ്പിലെ സെക്കൻഡ് മൊഡ്യൂളിലെ സ്റ്റോറീസിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. സോ അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അങ്കിൾ പോർജർ ഹാങ്സ് എ പിക്ചർ എന്നുള്ളതാണ്. അപ്പോൾ ജെറോം കെ ജെറോമിൻ്റെ ആണ് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് റൈറ്ററും ഹ്യൂമറിസ്റ്റും ഒക്കെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കോമിക് ട്രാവലോഗ് വെച്ചിട്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത്, 3 Men in a Boat എന്ന് പറയുന്നത്. സോ ഈ ഒരു അങ്കിൾ പോർജർ ഹാങ്സ് എ പിക്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് 3 Men in a Boat എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലിൽ നിന്നെടുത്തിട്ടുള്ളതാണ്. ജെറോം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ നോവൽ ആഫ്റ്റർ ഹിസ് മാരേജിലാണ്, 1889. പല ക്രിട്ടിക്സും തിങ്ക് ചെയ്തിരിക്കുന്ന ഈ നോവൽ എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ ഹിസ് ഹണിമൂൺ എന്നുള്ള രീതിയിലാണ്. അതായത് ബോട്ടിലും റിവർ താംസിലും ഒക്കെ തന്നെ സ്പെൻഡ് ചെയ്ത് റിലേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പല ക്രിട്ടിക്സുകളും തിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവിലാണ്. അപ്പോൾ ഈ നോവൽ എന്ന് പറയുന്നത് ഹി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ദ ക്യാരക്ടർ ഓഫ് ഹിസ് വൈഫ് വിത്ത് ദാറ്റ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ഇതിലെ പല ക്യാരക്ടേഴ്സും ജീവിതത്തിൽ നിന്ന് എടുത്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കോമിക് പോർട്രേയിലാണ് അങ്കിൾ പോർജർ ഹാങ്സ് എ പിക്ചർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു എവറിഡേ ഹാപ്പനിങ്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അങ്കിൾ പോർജറുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന ഡെയിലി ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് പറയുന്നത്. നമ്മുടെ അങ്കിളായിട്ടുള്ള പോർജർ എന്ത് ചെയ്യാണ്, ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ്. ഒരു പെയിൻറ്റിങ്, നമ്മൾ വാൾ പെയിൻറ്റിങ് ഉണ്ടല്ലോ, അതൊന്ന് വാളിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ പറഞ്ഞു പോകുന്നത്. സോ ഈ ഒരു മെയിൻ പ്ലോട്ട് ഓഫ് ദി തിയറി ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ ഒരു അങ്കിൾ പോർജർ ഹാങ്സ് എ പിക്ചർ അതിന് ട്രൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. സോ ഇവിടെ നമ്മുടെ റൈറ്റർ ട്രൈ ചെയ്യുന്നത് ഒരു ഐക്കോണിക് പോർട്രേൽ ഓഫ് അങ്കിൾ പോർജറാണ്. അതായത് അദ്ദേഹം വിചാരിക്കുകയാണ്, ഇപ്പോൾ പല ആളുകളും വിചാരിക്കാറുണ്ട് ഞാൻ എന്ന് പറയുന്നത് മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ ഫോർ ദി ജോബ് എന്നുള്ളത്. അതായത് എന്ത് കാര്യം ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഞാനാണ് അതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് വിശ്വസിക്കുന്ന ഒരു തരത്തിലുള്ള ആളുകളെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പോർട്രേയിലാണ് അങ്കിൾ പോർജറിലൂടെ അദ്ദേഹം ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെറേറ്റീവ് ഷോ ചെയ്യുന്നത് ഒരു കൺഫ്യൂസ്ഡ് മാനിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു സാധനം ഒരു ചുമരിൽ ആണിയടിച്ച് തൂക്കുന്നതിന് വേണ്ടിയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടും ആ ചെയ്യുന്ന സമയം കൊണ്ട് എല്ലാവരുടെയും മെസ്സ് ചെയ്യുക, മൊത്തം എല്ലാവരുടെയും നശിപ്പിച്ചിടുന്ന ഒരാളെ കുറിച്ചിട്ടാണ് ഇവിടെ നെറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഹാങ് ചെയ്യുക പിക്ചർ എന്ന് പറയുന്നത് തന്നെ ഒരു ക്രൂക്കഡ് മാനറിലാണ് അദ്ദേഹം ചെയ്യുന്നത്. സോ ഇതൊരു ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറി ആണെന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു അങ്കിൾ പോർജറിൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ലിവിങ് റൂമിലെ വാളിൽ ഇത് തൂക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഇടയിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ അങ്കിൾ പോർജറാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു മെയ്ഡ് ഉണ്ട്, ബോയ് ഉണ്ട്, വില്ലെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സൺ ഉണ്ട്, മിസ്റ്റർ ഗോഗ്ലെസ് ഉണ്ട്, അവിടെ ഷോപ്പ് കീപ്പറാണ്, മരിയ എന്ന് പറയുന്ന ആൻറ്റ് ഉണ്ട്, ടോം ഉണ്ട്, ഹിസ് സൺ. സോ ഇത്രയും ആളുകൾ ഇവിടെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിക്കകത്ത് നമ്മുടെ പോർജർ വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോട്ട് ടേക്ക് ഓഫ് ചെയ്ത ശേഷം അദ്ദേഹം വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് മെയ്ഡിനോട് പറയാണ്, നീ കുറച്ച് നെയിൽസ് വാങ്ങിയിട്ട് വാ, വർത്ത് 6 penny വർത്ത് ആയിട്ടുള്ള കുറച്ച് നെയിൽസ് വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവളെ വിടുകയാണ്. എന്നിട്ട് പക്ഷെ സൈസും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അതിനുശേഷം അദ്ദേഹം ഓർഡർ ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ വില്ലിനോടും ടോമിനോടും, അതായത് സൺസിനോട് പറയാണ്, നിങ്ങൾ പോയിട്ട് ഹാമർ കൊണ്ടുപോവാ, റൂള് കൊണ്ടുപോവാ, സ്റ്റെപ്പ് ലാഡർ കൊണ്ടുപോവാ, കിച്ചൺ ചെയർ കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം റൂൾ ചെയ്യാണ്, ഇതൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഇങ്ങനെ അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നിട്ട് മരിയയുടെ അടുത്ത് പിക്ചർ കോഡ് നടക്കാൻ വേണ്ടി പറയാണ്. അതിനുശേഷം ഇതൊക്കെ തന്നെ മൊത്തത്തിൽ ഈ ഒരു പിക്ചർ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി പറയാണ്. ഈ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ പിക്ചർ താഴോട്ട് വീഴാണ്. അങ്കിൾ എന്ത് ചെയ്യാണ്, പിന്നെ കോട്ട് ഉപയോഗിച്ചിട്ടൊക്കെ അത് വീണ്ടും ഇങ്ങനെ എങ്ങനെയൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് എന്ന് പറയുന്നത് കട്ടാവുകയാണ്. അതിൻ്റെ ഈ പൊട്ടിയ ചില്ല് ഉപയോഗിച്ചിട്ട് നമ്മുടെ കൈ പൊട്ടില്ലേ, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇത് കൈ പൊട്ടുകയാണ്. അങ്ങനെ ഫ്ലോറിൽ നിറയെ ഇത് സ്മാഷ് ചെയ്ത് കിടക്കുകയാണ്. അദ്ദേഹം സ്ക്രീം ചെയ്യാണ്. എന്നിട്ട് ചിൽഡ്രൻസിൻ്റെ അടുത്തും വൈഫിനോടൊക്കെ സ്ക്രീം ചെയ്തുകൊണ്ട് പറയാണ്, എൻ്റെ ഹാൻഡ് കർച്ചീഫ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ
ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ പോർച്ചറിൻ്റെ പോക്കറ്റിനുള്ളിലാണ് ഹാൻഡ് കർച്ചീഫ് ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം ആ കോട്ടിൻ്റെ മണ്ടയിലാണ് കയറിയിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ കുട്ടികൾ കണ്ടുപിടിക്കുക. അങ്ങനെ അദ്ദേഹം അവിടെ കിടന്ന് അലർന്നു. പിന്നെ എങ്ങനെയൊക്കെ അദ്ദേഹം തന്നെ അത് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അത് കെട്ടിവെക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഴുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പിയാനോയുടെ മുകളിലേക്കൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. സോ ന്യൂ ക്ലാസ് പോട്ട് ചെയ്ത ശേഷം വീണ്ടും അദ്ദേഹം വെക്കുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം മെഷർമെൻറ്റ്സ് എടുത്തിട്ട് പിന്നെ താഴേക്ക് പിയാനോയുടെ മുകളിലേക്ക് വീഴുകയാണ്. അങ്ങനെ എവ്രി വണ്ണിനെ അങ്കിൾ പോർച്ചർ എന്ത് ചെയ്യാണ്, ഈ ഒരു ടാസ്കിലേക്ക് ഇൻവോൾവ് ചെയ്യുകയാണ്. വൈഫ് ആവട്ടെ, സണ്ണാവട്ടെ, ഡോട്ടർ ആവട്ടെ, എല്ലാവരും ഇവിടെ കൊണ്ടുവരികയാണ്. അതിനുശേഷം ഈ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും അവരവരുടെ തരത്തിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അവരുടെ എഫേർട്സ് ഒന്നും ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. സോ പോർച്ചർ ഹിംസെൽഫ് ബിക്കം ഇൻക്രീസിംഗ്ലി ഫ്രാൻറ്റിക്, അല്ലെങ്കിൽ മൊത്തത്തിൽ അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം എല്ലാവർക്കും ഇങ്ങനെ ഓർഡർ കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എങ്ങനെയൊക്കെയോ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ വോളിലേക്ക് അത് ആണിയടിച്ച് വെക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ വാളിലൊക്കെ നിറച്ച് ഓട്ടയായിട്ടുണ്ടാവും. മൊത്തത്തിൽ അവിടെ ഫുൾ അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു പോർട്രയിലാണ് ഇതിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഒരു സിമ്പിൾ ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങോട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ഇമ്പോർട്ടൻസ് ഓഫ് ടീം വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ പോർച്ചർ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലീഡർ ആയിരുന്നെങ്കിൽ, നല്ല ടീം വർക്കിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ക്വാളിറ്റീസിൻ്റെ ഒരു ലാക്കാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ പറയുമ്പോൾ എന്തിനാണ് മെയ്ഡിനെ വിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയിൽസ് വാങ്ങാനാണെന്ന് പറയാം. അതുപോലെ ചിൽഡ്രൻ എന്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമറും റൂളും അതുപോലെ സ്റ്റെപ്പ് ലാഡറും ഒക്കെ തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ പോർച്ചർ ഫിംഗർ കട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെക്കുന്ന സമയത്ത് താഴെ വീണ് പൊട്ടുന്നു. അപ്പോൾ അതിൽ ഗ്ലാസ് കൊണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫിംഗർ മുറിയുന്നത്. പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന് കോട്ട് വേണ്ടി വന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് കർച്ചീഫിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു അതുപോലെ തന്നെ ഈ പിക്ചർ താഴെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു കോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ച് വെക്കുക. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഹ്യൂമറസ് ഷോർട്ട് സ്റ്റോറിയാണ് നമ്മുടെ അങ്കിൾ പോർച്ചറിൻ്റെ ഹാങ്സ് എ പിക്ചർ എന്ന് പറയുന്ന ജെറോമിൻ്റെ ഈ ഒരു സ്റ്റോറി.